വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ₹1 നാണയം എടുത്തിട്ട് സുസ്മിതയാണെങ്കിൽ ശാലിനി നിന്നേന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ മുന്നിലേക്ക് അതങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് തറയിലേക്ക്. എന്നിട്ട് പറയുന്നുണ്ട് അതെടുത്ത് വെച്ചോ, വഴിച്ചെലവിന് ഇരിക്കട്ടെ എന്ന്. തുടർന്ന് വിഷ്ണുവിനെ അത് കാണുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ ഇങ്ങനെ ദേഷ്യത്തോടെ രാഘവൻ നായരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങ് തല വലിച്ച് നിൽക്കുകയാണ്. സുസ്മിത ചെയ്യുന്നതിനൊക്കെ അങ്ങ് വകവെച്ച് കൊടുക്കുകയാണ്. തുടർന്ന് പോകാമെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് ശാലിനി വിളിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് ശാലിനി നെല്ല് വിഷ്ണുട്ടാന്ന് പറഞ്ഞിട്ട് ആ ₹1 നാണയം തറയിൽ നിന്ന് എടുക്കുകയാണ്. തുടർന്ന് സുസ്മിതയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ₹1 നാണയം ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറയുന്നുണ്ട്, സുസ്മിത ഇത് ഞാൻ എടുക്കുകയാണ്, പക്ഷേ ഇത് ഞാൻ ഒരിക്കലും നിനക്ക് തിരിച്ചു തരും, അതും വഴിച്ചെലവിനായിട്ട് തന്നെ ഞാൻ തിരിച്ചു തരും എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ നോട്ടം നോക്കിയിട്ട് തിരിച്ച് വിഷ്ണുവിനെയും കുഞ്ഞിനെയും കൊണ്ട് ശാലിനി അങ്ങ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതൊക്കെ കണ്ട് രാഘവൻ നായരാണെങ്കിൽ ആകെ സങ്കടത്തിരിക്കുകയാണ്. തുടർന്ന് അവരൊക്കെ പോയ ശേഷം വാ മോളെന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടിക്കൊണ്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പടിക്കൽ വെച്ച് തന്നെ നിൽക്കുമെന്ന് രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, നിന്റെ ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ എൻ്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാകില്ല എന്ന്. അന്നേരം സത്യഭാമയ്ക്ക് കുറച്ചുകൂടി തൻ്റെ ഇടത്തോടു കൂടി പറയുകയാണ്, രാഘവേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നല്ലേ, ഞാനില്ലാത്തപ്പോൾ ഇഷ്ടമുള്ളവരെയൊക്കെ വിളിച്ചിവിടെ കയറ്റി പാർപ്പിക്കാനായിട്ട് പോയതല്ലേ, ഇനിയിപ്പോൾ അവരുടെ കൂടെ തന്നെ പോകണമെങ്കിൽ അങ്ങ് പൊയ്ക്കോ. ആദ്യം രാഘവേട്ടൻ ഇവിടെ നിന്ന് പോകും എന്ന് കണ്ടപ്പോൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഒരു വിഷമമൊന്നുമില്ല, അവരുടെ കൂടെ പോകണമെങ്കിൽ പോയങ്ങ് പാർക്കാം, എനിക്കാണെങ്കിൽ ഒരു സമ്മതക്കുറവുമില്ല, ഞാൻ പ്രസവിക്കാത്ത എൻ്റെ ഈ മകള് മാത്രമേ എൻ്റെ മനസ്സ് കാണുകയുള്ളൂ എന്നൊക്കെ സുസ്മിതയെ ചേർത്ത് പിടിച്ച് പറയുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. തുടർന്ന് സുസ്മിത മനസ്സിൽ പറയുകയാണ്, എനിക്ക് പ്രീതി മനസ്സിലല്ല അല്ലാതെ തന്നെ ഭാമയോടുകൂടി പറയുന്നുണ്ട്, എനിക്ക് പ്രീതി ഒന്ന് കാണണം, കുറേ നാളായില്ലേ അവളെ കണ്ടിട്ട്, അവളെ അവസ്ഥയിൽ കിടക്കുന്നതിൽ എനിക്ക് ഏറെ വിഷമമുണ്ട്, അത് അങ്കിളിന് മനസ്സിലാവും അല്ലേ എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഇങ്ങനെ ഒരു ദേഷ്യ സങ്കടമൊക്കെ അഭിനയിച്ച് ഇങ്ങനെ രാഘവൻ നായരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരുടെയും സുസ്മിതയുടെയും മനസ്സിൽ ആ സീനുകൾ പോവുകയാണ്. അന്ന് പിന്നെ സയനൈഡ് കുത്തിവെക്കാനായിട്ട് സുസ്മിത പോയപ്പോൾ തിരിച്ച് അർജുൻ സുസ്മിതയും ചെറ്റ് ചെയ്യാൻ പോയപ്പോൾ വിഷമാണെന്ന് പറഞ്ഞതും രാഘവൻ നായർ അടിച്ചു പുറത്താക്കിയതുമൊക്കെ. അന്നേരം രാഘവൻ നായർ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്, ഞാൻ കൂടി പോയാൽ പ്രീതിയുടെ അവസ്ഥ എന്താകുമെന്ന്. തുടർന്നും സുസ്മിത അത് മനസ്സിൽ രാഘവൻ നായർ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, എന്നെ കൊല്ലാനായിട്ട് എങ്ങനെ തേടി വരേണ്ട കാര്യമൊന്നും ഇല്ല, കാരണവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്, നിങ്ങളുടെ കണ്ണ് മൂടിക്കൊണ്ട് തന്നെ ഞാൻ പ്രീതിയുടെ കഥ കഴിക്കും, അതൊക്കെ രാഘവൻ നായരെ നിങ്ങൾ കാണാൻ തയ്യാറായിക്കോന്ന് സുസ്മിത അങ്ങനെ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് വാ മോളെ എന്ന് പറഞ്ഞ് സത്യഭാമ വിളിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, അങ്കിൾ വെറുതെ ഒരു തമാശ പറയുകയാണ്, അങ്കിൾ എങ്ങോട്ടും പോകില്ല, അത്രയ്ക്ക് സ്നേഹമാണ് ആൻറ്റിയോട് അങ്കിളിന് എന്ന് അല്ലേ അങ്കിൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് മറുപടി ഇല്ല, ഉത്തരവില്ലാതെ ഇരിക്കുകയാണ്. തുടർന്ന് ഭാമ അങ്ങ് കയറി പോകുമ്പോൾ പുറകെ സുസ്മിതയും കയറി പോകുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യത്തോടു കൂടി ഒന്നും ചെയ്യാൻ കഴിയാതെ വീൽചെയറിലേക്ക് ഇങ്ങനെ കൈയൊക്കെ അടിക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് സത്യഭാമയാണെങ്കിൽ പ്രീതിയുടെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് പ്രീതിയുടെ അടുത്തേക്ക് ഇരുന്ന് മോളെ എന്ന് സങ്കടത്തോടെ വിളിച്ച് പ്രീതിയുടെ തലയിൽ ഇങ്ങനെ തലോടുകയാണ്. അതേസമയം സുസ്മിതയാണെങ്കിൽ വാതിൽക്കൽ വന്ന് കൈയും കെട്ടി ഇങ്ങനെ താനൊരു വിജയിച്ച ഭാവത്തിൽ വീണ്ടും അവിടെ പ്രീതിയുടെ അടുത്തേക്ക് വന്നു, പ്രീതിയെ കൊല്ലാനായിട്ട് വീണ്ടും വന്നു എന്നൊരു ഉദ്ദേശത്തിൽ ഇങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുകയാണ്. ഇതേസമയം ശാരദാമ്മ ശാന്തയുടെ വീടിൻ്റെ ആധാരം തിരികെ കൊടുക്കുകയാണ്. അന്നേരം തിരികെ ഇത് തരികയാണോ എന്നും പറഞ്ഞ് ശാന്ത വിഷമിക്കുകയാണ്. അന്നേരം ഇതെടുത്തിട്ട് പൈസ തരാനായിട്ട് നമുക്കറിയാവുന്ന 2 പേരല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ബാലേന്ദ്രനും സത്യാമ്മയും. പക്ഷേ അവിടെ നിന്നും കാശ് കിട്ടിയില്ല. മടിച്ചിട്ടാണെങ്കിലും സത്യാമ്മയുടെ അടുത്ത് വിഷ്ണു പോയി, പക്ഷെ അവർ പൈസ തരാനായിട്ട് കൂട്ടാക്കുന്നില്ല. പിന്നെ വേറെ കുറേ ഇടത്തും പോയി, പക്ഷെ 50,000 കൂടുതൽ ആരും തരുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ്. അന്നേരം അതെങ്കിലും വാങ്ങിക്കാമായിരുന്നില്ലേ, മെമ്പർ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ കാശ് കൊടുക്കാൻ ായിരുന്നല്ലോ എന്ന്. അന്നേരം അത് കിട്ടിയിട്ട് എന്തിനാണ്, ബാലചന്ദ്രൻ പറഞ്ഞ അവധി നാളെ അവസാനിക്കുകയാണ്, നാളെ മുതൽ അവിടെ ബാലേന്ദ്രൻ വെച്ച ബോർഡ് അതേപോലെ വരും, ഇറച്ചിക്കടയായിട്ട് മാറും, ആടുകളുടെയും മാടുകളുടെയും കരച്ചിലൊക്കെ ആവും, അതും കേട്ടുകൊണ്ട് ഇവിടെ കിടക്കാനായിട്ട് സാധിക്കില്ലല്ലോ, ഈ വീട്ടിലും ഉള്ള കിട്ടുന്ന വിലയ്ക്ക് ഈ ഭൂമിയും വിറ്റ് പടി ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് തൻ്റെ സങ്കടങ്ങൾ പറയുകയാണ്. അന്നേരം ആകെ വിഷമിക്കുന്നുണ്ട്. ഈ ശാരദാമ്മയുടെ ഈ സങ്കടം കേട്ടിട്ട് ശാരികയും ശ്യാമയും രാജിയും ശാന്തയും ഒക്കെ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. ഇതേസമയം വിഷ്ണുവിൻ്റെ വീട്ടിൽ ശാലിനിയും വിഷ്ണു താമസിക്കുന്ന വീട്ടിൽ വിഷ്ണു ആണെങ്കിലും ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നാളെ അവധി പറഞ്ഞത് ആലോചിച്ച് പൈസ ഒത്തിട്ടുമില്ല. അന്നേരം വിഷ്ണു ആണെങ്കിൽ തൻ്റെ മടിക്കുത്തിൽ നിന്ന് ഒരു സിഗരറ്റ് ഇങ്ങനെ എടുക്കുകയാണ് അത് വലിക്കാനായിട്ട്. അതേസമയം ശാലിനി വരികയാണ്. അന്ന് ശാലിനി കാണുമ്പോൾ അല്ല ഇങ്ങനെ ഒരു ശീലം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ടെൻഷൻ കാരണം എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു പറയുമ്പോൾ ടെൻഷൻ കാരണമാണോ, എങ്കിൽ എനിക്കും കൂടി ഒന്ന് താന്നും പറഞ്ഞ് ശാലിനി കൈ നീട്ടുകയാണ്. അന്നേരം ആകെ ദേഷ്യം വരുന്ന വിഷ്ണു ആണെങ്കിൽ അത് ഒടിച്ചങ്ങ്
ദൂരേക്ക് കളയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. കുഞ്ഞിന് പാറക്കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, പനി പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അത് അവരുടെ അമ്മയുടെ അടുത്തെത്തിയപ്പോഴേ മാറിയെന്ന് പറയുകയാണ്. തുടർന്ന് അമ്മയോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ അതെ അമ്മ തന്നെ, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എൻ്റെ അമ്മയാണ് ആദ്യം പറഞ്ഞു തന്നത്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ഏത് ആൾക്കൂട്ടത്തിനിടയിലും കുഞ്ഞിന് തൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകാൻ കഴിയില്ല എന്നൊക്കെ അങ്ങ് ശാലിനി പറയുമ്പോൾ വിഷ്ണുവിനോടും പറയുന്നുണ്ട് അച്ഛനാകാനായിട്ട് വിഷ്ണുവിനെ കൊണ്ട് സാധിക്കില്ല, കുഞ്ഞിനെ നമ്മൾ തിരികെ കൊടുത്തേ മതിയാകും, അത് നമ്മൾ അംഗീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് കുറച്ച് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും വിഷ്ണു അങ്ങ് പറയുകയാണ് അതൊക്കെ ഇപ്പോൾ വിടാം, നമ്മുടെയൊക്കെ 100,000 പ്രശ്നങ്ങൾ വേറെ ബാക്കിയില്ലെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ എല്ലാത്തിനും പ്രശ്നം പണം തന്നെയാണ്. ശാരിക പറഞ്ഞ കാര്യം അനുസരിച്ച് ഞാൻ ബാലചന്ദ്രനെ കാണാൻ പോയിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ബാലചന്ദ്രനെ കണ്ട സംഭവവും ബാലചന്ദ്രൻ കളിയാക്കിയതും പൈസ ധൈര്യമുണ്ടെങ്കിൽ പൈസ തിരികെ താന്നൊക്കെ പറഞ്ഞതും ഒക്കെ ശാലിനിയോട് പറയുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് വിഷമമാകുകയാണ്. അന്നേരം പറയുന്നുണ്ട് അവൻ്റെ നാവ് പിടിച്ച് പുറത്തേക്ക് ഇടാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു, പക്ഷേ താനും കുഞ്ഞും അങ്ങനെ ഒരു സാഹസം ഞാൻ ചെയ്താൽ താനും കുഞ്ഞും പിന്നെ അനാഥമായി പോകില്ലേ, ഞാൻ പിന്നെ ലോക്കപ്പിലേക്കൊക്കെ പോയാൽ താനും കുഞ്ഞും എവിടെ പോയി താമസിക്കും, ആ കുടുംബശ്രീ ഹോട്ടലിലേക്കോ, നാഥനില്ല കളരി എന്ന് ശാരിക പറഞ്ഞത് അതേപോലെ അച്ചിട്ടമായി സംഭവിക്കും. പിന്നെ ഞാൻ കുടുംബശ്രീ വീട്ടിലേക്കും പോയിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ആ മെമ്പറും കൂട്ടരും കൂടി നിന്നതും വിഷ്ണു നാളെ അവധി പറഞ്ഞ കഥയും ഒക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴും ശാലിനിക്ക് കരച്ചിലൊക്കെ വരികയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ശാരദാമ്മ അവരുടെയൊക്കെ മുമ്പിൽ അങ്ങനെ നാണം കെട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അവധി പറയാനേ എനിക്ക് തോന്നിയുള്ളൂ, സത്യഭാമയുടെ മകനാണ് അവധി പറഞ്ഞത് എന്നൊരു വിശ്വാസത്തിലാണ് അവരെല്ലാവരും പോയിരിക്കുന്നത്. അതിപ്പോൾ നാളെ കഴിയും, നമ്മൾ എന്ത് ചെയ്യും ശാലിനി, നമ്മളെടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നും പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിച്ച് ഇങ്ങനെ വിഷ്ണു സങ്കടത്തോടെ ചോദിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ തനിക്ക് ഓർമ്മയില്ലേയും ചോദിക്കുകയാണ്. അന്നേരം ശാലിനി വിഷ്ണു ആ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ട്. സത്യഭാമയുടെ മകൻ എന്നൊരു പേര് പറഞ്ഞാൽ നിനക്ക് താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും, അങ്ങനെ കുറേ കാലം ജീവിക്കാം എന്നൊക്കെ പറഞ്ഞത്. അന്നേരം പണമാണ് പ്രശ്നം, നാളെ അവധി കഴിയും, എന്ത് ചെയ്യും ശാലിനി എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശാരദാമ്മ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന സത്യമാണെങ്കിൽ, ശാലിനി അണിഞ്ഞിരിക്കുന്ന ഈ താലിമാല സത്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണും, നമ്മളെടുത്ത തീരുമാനം തെറ്റല്ല വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് വിഷ്ണുവിനെ ശാലിനി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആകെ അങ്ങ് തളർന്ന് അങ്ങ് നിരാശനായിട്ടിരിക്കുകയാണ് വിഷ്ണു. അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് കമലിനാണെങ്കിൽ ഒരു സൈക്കിളും ചവിട്ടി അവിടേക്ക് വരുന്നത്. പുറകെ വിജിലയാണെങ്കിൽ ഒരു കമ്പും കൊണ്ട് കമലിനെ ഓട്ടിക്കുകയാണ്. ഇടാ നിൽക്കട അവിടെയെന്നും പറഞ്ഞ് വിജില ഓട്ടിക്കുകയാണ്. അന്നേരം കമലൻ സൈക്കിൾ ഓട്ടിക്കൊണ്ട് തന്നെ വിളിച്ചു പറയുന്നുണ്ട്, എടി ചേച്ചി എനിക്ക് സൈക്കിൾ ഓട്ടാൻ അറിയില്ലെന്നല്ലേ നീ പറഞ്ഞു, ഞാൻ എന്താ ചവിട്ടി പോണത് കണ്ടില്ലേന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ കമലൻ സൈക്കിൾ ഓടിച്ച് കയറുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് കമലിന് ആ സൈക്കിളിൽ നിന്ന് അങ്ങ് വീഴുകയാണ്. അന്നേരം താഴെ വീണ്ടും നടുപിടിച്ച് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കമലിന്. അന്നേരം ഈ ശബ്ദം കേട്ടുകൊണ്ട് ശാലിനിയൊക്കെ ഇറങ്ങി വരികയാണ്. വിഷ്ണുവും വരുന്നുണ്ട്. അന്നേരം അവിടെ കിടക്കട്ടെ, അവൻ അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് 2-3 അടിയൊക്കെ കമലിനെ കമ്പ് വെച്ച് വിജില കൊടുക്കുന്നുണ്ട്. അന്നേരം എന്താ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവന് കുട്ടിക്കാലം തൊട്ടേ തുടങ്ങിയ ഒരു ഭ്രാന്താണിത്. അന്ന് പഠിക്കുന്ന സമയത്ത് സൈക്കിളിൽ നിന്ന് വീണ് നട്ടെല്ലിൻ്റെ ഡിസ്ക് പോയതാണ്. പിന്നെ ഓരോ മാസവും കർക്കിടകം വരുമ്പോഴേ വേദന തുടങ്ങും. അതിലാണെങ്കിൽ വേദനയാണെങ്കിൽ സഹിക്കാനേ പറ്റില്ല. പിന്നെ എല്ലാത്തിനും ചികിത്സയ്ക്കും അന്നേരം ചിലവും എല്ലാം ഒക്കെയാണ്. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു വരും. അന്നൊക്കെ നട്ടെല്ല് പൊട്ടി ഇവൻ്റെ എല്ലിന് പൊക്കം കുറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇവ ഇതിനെക്കാട്ടിയും പൊക്കം വയ്ക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമലിനെ അങ്ങ് വിജില വഴക്ക് പറയുകയാണ്. അന്നേരം എന്താടാ ഇതൊക്കെയെന്നും പറഞ്ഞ് വിഷ്ണു കമലിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം കൈതാന്നും പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ്. എനിക്കൊരു പ്രശ്നമില്ല, നാളെ ഞാൻ സൈക്കിൾ റേസിന് പങ്കെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ കമലൻ പറയുകയാണ്. ഇനി നീ ഒന്ന് എഴുന്നേറ്റ് നിന്നേ എന്ന് വിജില പറയുന്നുണ്ട്. പക്ഷേ നേരെ നിവർന്ന് നിൽക്കാനായിട്ട് കമലിന് സാധിക്കില്ല. കമലൻ വേദന കൊണ്ട് തറയിലേക്ക് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അന്നേരം സൈക്കിൾ റേസോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ശാലിനി. അന്നേരം മേരിമാത മില്ലിൻ്റെ ഇതിൽ സൈക്കിൾ റേസ് നാളെ നടത്തുന്നുണ്ട്, 2,22,222 രൂപയാണ് എന്നൊക്കെ സമ്മാനത്തുക എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതിനു വേണ്ടി പുത്തൻ സൈക്കിളുമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുകയാണ്, ഇതിനൊക്കെ എത്ര ആയിരം ചിലവായോ എന്തോ, ഞാനിതൊക്കെ എങ്ങനെ കൊടുത്ത് തീർക്കും എന്നിങ്ങനെ വിജില അങ്ങ് സങ്കടം പറയുകയാണ്. അന്നേരം 16,000 രൂപ എന്നിങ്ങനെ കമലം പറയുമ്പോൾ അയ്യോ എൻ്റെ ഭഗവാനെ, 2, 3, 4 ആയിരം ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇതെങ്ങനെ കൊടുത്ത് തീർക്കും എന്നൊക്കെ വിജില
പറയുകയാണ്. തുടർന്ന് കമലം പറയുന്നുണ്ട്, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ആശാന് വേണ്ടിയിട്ടാണ്. ആശാൻ പണം വാരി കളിച്ച് നടന്ന ആളാണ്. എനിക്കും വിജിലേക്കും ഒക്കെ പട്ടിണിയും പരിവട്ടവും ഒക്കെ സാധാരണമാണ്. ഏട്ടത്തി അമ്മയുടെ ജീവനാണ് കുടുംബശ്രീ ഹോട്ടൽ എന്നറിയാം. അതങ്ങനെ ഇറച്ചിവിട്ട് കടയാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. പിന്നെ പണം വാങ്ങിയിട്ട് ദൂർത്തടിക്കാനൊന്നും ആയിരുന്നില്ല എൻ്റെ ഉദ്ദേശം, നിങ്ങൾക്ക് വേണ്ടി തരാനായിരുന്നു ഉദ്ദേശം എന്നൊക്കെ പറയുകയാണ്. അന്നേരം വിജില പറയുന്നുണ്ട്, കടം വീട്ടുന്നതിനോടും കുടുംബശ്രീ ഹോട്ടൽ തിരിച്ചെടുക്കുന്നതിലും എനിക്ക് വേറെ പരിഭവമോ പരാതിയോ ഒന്നുമില്ല. പക്ഷേ ഈ കോലത്തിൽ ഇവൻ എങ്ങനെ പങ്കെടുക്കും എന്നിങ്ങനെ വിജിലയും വിഷമിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, എന്താ നീ ഈ സൈക്കിൾ അങ്ങ് തിരിച്ച് കൊടുത്തേരാ. ഹോട്ടലിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ നമുക്കറിയാം, ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതൊക്കെ കിട്ടുകയുള്ളൂ. നിന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല, നീ ഇതങ്ങ് തിരിച്ച് കൊടുത്തേരാ. ഇപ്പോൾ പുത്തൻ സൈക്കിളല്ലേ, വാങ്ങിച്ച വിലയേക്കാൾ ചിലപ്പം കുറച്ച് കുറയും, അത്രയും ബാധ്യത ഒഴിവായല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ശരി എങ്കിൽ തിരിച്ചു കൊടുത്തേക്കാന്നും പറഞ്ഞ് കമലം പതി എഴുന്നേറ്റിട്ട് ആ സൈക്കിളും കൊണ്ടങ്ങ് തിരിയുകയാണ്. നേരമാണ് ശാലിനി ആലോചിക്കുന്നത്. തുടർന്ന് ശാലിനി കമലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കമല സൈക്കിൾ തിരിച്ചു കൊടുക്കണ്ട, നാളെ ഈ സൈക്കിളാണ് 1ാം സ്ഥാനത്ത് എത്താൻ പോകുന്നത് എന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെ ഏട്ടത്തിയമ്മയും ചോദിക്കുമ്പോൾ, നാളെ മത്സരിക്കാൻ പോകുന്നത് വിഷ്ണുവേട്ടനാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇടോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം കമലിന് പറയുകയാണ്, നല്ല ഐഡിയ, എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എന്നിങ്ങനെ കമലം പറയുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ മണ്ടയിൽ ഈ ബുദ്ധിയൊന്നും ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും വരില്ലല്ലോ എന്ന് പറഞ്ഞ് വിജിലയും കളിയാക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, എടോ ഞാൻ റേസിലൊന്നും പങ്കെടുക്കാനായിട്ട് പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല എന്ന് പറയുമ്പോൾ ശാലിനി തിരികെ ചോദിക്കുകയാണ്, തോറ്റുപോയി എന്ന ഒരു ചിന്ത വിഷ്ണുവേട്ടൻ്റെ മനസ്സിലുണ്ടോ? വിഷ്ണുവേട്ടൻ്റെ അമ്മയുടെ മുമ്പിൽ നട്ടല് നിവർന്ന് നിർത്താനായിട്ട്, എൻ്റെ അമ്മയുടെ കുടുംബശ്രീ ഹോട്ടൽ രക്ഷിക്കാനായിട്ടും വിഷ്ണുവേട്ടൻ്റെ അഭിമാനം നിലനിർത്താനായിട്ടും പറ്റിയൊരു ചാൻസാണ്. ഇതൊരു യുദ്ധമായിട്ട് കണക്കാക്കണം. അപ്പോൾ മാനസികാവസ്ഥയൊന്നും ഒരു പ്രശ്നമില്ല, നേരിടുക തന്നെ വേണം, ജയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ഉത്സാഹപ്പെടുത്തുമ്പോൾ വിഷ്ണു അങ്ങ് നോക്കിയിരിക്കുകയാണ്. അന്നേരം സമ്മതിക്കുക ആശാനി എന്നും പറഞ്ഞ് കമലിനെ അങ്ങ് കൈപിടിക്കുകയാണ്. അന്നേരം വിജിലയും പറയുന്നുണ്ട്, വിഷ്ണുവാണ് പങ്കെടുക്കുന്നതെങ്കിൽ 1ാം സമ്മാനം വിഷ്ണുവിന് തന്നെ എന്ന് പറയുകയാണ്. അന്നേരം ശരി ഞാൻ സമ്മതിച്ചു എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് വിജില പറയുന്നുണ്ട്, 2,22,222 രൂപ എൻ്റെ അനിയൻ വിഷ്ണുവിന് വേണ്ടി അങ്ങ് വിട്ടു തരികയാണ്. അന്നേരം എനിക്കൊരു ഉപാധിയുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം എന്താണെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, ഇതിങ്ങനെ വിട്ടു തരുന്നത് കൊണ്ട് എന്നെ കെട്ടിച്ചു വിടാനുള്ള ബാധ്യത വിഷ്ണുവിനാണെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. വിഷ്ണു അത് തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നാളെ സൈക്കിൾ റേസ് മത്സരമാണ്. അതിലിനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതും, വിഷ്ണു തന്നെ ജയിക്കും, സത്യഭാമ തന്നെ സമ്മാനം വിഷ്ണുവിന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കുടുംബശ്രീ ഹോട്ടലും ബാലേന്ദ്രന് കൊടുക്കാനുള്ള പൈസയും ബാക്കിയുള്ളവരുടെ കടവും ഒക്കെ വിഷ്ണുവോടെ തീർക്കും. പിന്നീടാണ് ഇനി സുസ്മിതയ്ക്കെതിരെയുള്ള കഥകളൊക്കെ തുടങ്ങുന്നത്. രോഹിത്തിൻ്റെ ഫോൺ കോള് സുസ്മിതയ്ക്ക് വരും. അവിടെ ഉള്ള ഏറ്റക്കുറച്ചിലും വെപ്രാളങ്ങളും ടെൻഷനും നിറഞ്ഞ എപ്പിസോഡ് തന്നെയാണ്. യഥാർത്ഥ കഥയിലേക്കും ക്ലൈമാക്സിലേക്കും ഇനി അടുത്ത് തന്നെ എത്തും. ഓക്കെ, താങ്ക് യു.